ഹലോ നമസ്കാരമുണ്ട് കൂട്ടുകാരെ. നമ്മുടെ ഒരു കുഞ്ഞു ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് ഫിഷിങ്ങിനാണ് വന്നിരിക്കുന്നത്. നമ്മളിപ്പോൾ ചങ്ങാടമൊക്കെ എടുത്തുകൊണ്ട് ഫിഷിങ്ങിന് ഇറങ്ങിയിരിക്കുകയാണ്. അതിമനോഹരമായ വെള്ളത്തിലാണ്, ഇപ്പം നല്ല കണ്ണുനീര് പോലെ കിടക്കുന്ന വെള്ളത്തിലൂടെയാണ് നമ്മളിപ്പോൾ കാസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നല്ല രസമാണ് കേട്ടോ, നല്ല ആംബിയൻസാണ് കാണാൻ. കാര്യം നല്ല കാറ്റുണ്ട്, നല്ല കാറ്റ് വരുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ എന്താ പറയുക, നല്ല കണ്ണുനീര് പോലത്തെ വെള്ളത്തിലാണ് നമ്മളിപ്പോൾ കണ്ടില്ലേ. ഈ ചങ്ങാടത്തിൽ നിന്നുകൊണ്ട് ഇങ്ങനെ കാസ്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിസ്സാര പണിയല്ല. ഒന്നാമത്തൊരു കാര്യം, നമ്മൾ തികച്ചും നല്ല ആഴമുള്ള ഒരു പുഴയിലാണ് ഉള്ളത്. ഈ ചങ്ങാടത്തിൻ്റെ ബലം നമുക്ക് ചങ്ങാടത്തിൽ പൂർണ്ണമായിട്ടും നമുക്ക് വിശ്വസിക്കാം. കാരണം അത്രയും ക്വാളിറ്റി ഉള്ളതും എന്താ പറയുക, ഒരു രീതിയിലും ചതിക്കാത്തതുമായിട്ടുള്ള ചങ്ങാടങ്ങളാണ് ഉള്ളത്. എങ്ങനെ പോയാലും തടി പൊങ്ങി കിടക്കും. പിന്നെ അത്യാവശ്യം നീന്തറിയാം, നമുക്ക് നന്നായിട്ട് നീന്തറിയാം. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു സാഹസത്തിനൊക്കെ മുതിരുന്നത്. അതിമനോഹരമായ പുഴയിലാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. മീൻ പിടിക്കാനുള്ള സാഹചര്യത്തിലൂടെ നമ്മൾ പുതിയ മീൻ അടിച്ചതുണ്ടോ, ചെറിയൊരു മീൻ അടിച്ചതായിരുന്നു. പക്ഷേ ഹുക്കായില്ല കേട്ടോ. നല്ലൊരു വാഹയായിരുന്നു തോന്നുന്നു കേട്ടോ. വാഹയായിരിക്കും മിക്കവാറും. ഇപ്പോൾ ഞാൻ വന്ന് നിൽക്കുന്ന സ്ഥലമെന്ന് പറഞ്ഞാൽ അതിമനോഹരമായ ഒരു പാറയുടെ ടോപ്പിലാണ്. അത് നടുക്കൊരു പാറയുണ്ട്. ഈ പാറയുടെ ടോപ്പിൽ നിന്നുകൊണ്ടാണ് ഇപ്പോൾ കാസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ ചങ്ങാടം പാറയുടെ സൈഡിലോട്ട് ഒതുക്കി നിർത്തിയതിന് ശേഷം പാറപ്പുറത്ത് കയറിയിട്ടാണ് ഞാൻ ഈ കാസ്റ്റ്. കണ്ടോ ഈ പാറ കണ്ടോ, ഈ പാറയുടെ കണ്ടോ ഈ ചങ്ങാടം നമ്മൾ ഇതേപോലെ ഇങ്ങനെ കയറ്റി പാറയ്ക്കകത്ത് വെച്ചിട്ട്, ഇതിന് ചുറ്റും വെള്ളമാണ് കേട്ടോ, ഫുള്ളും വെള്ളമാണ്, നല്ല ആഴമുള്ളതാണ്. ഇതിൻ്റെ ഡ്രോൺ ഷോട്ട് ഇതിൻ്റെ ഒരു പഴയ കാലത്തൊരു ഡ്രോൺ ഷോട്ട് ഞാൻ നിങ്ങളെ കാണിക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ നിൽക്കുന്നത് എത്രത്തോളം ആഴത്തിലാണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. കണ്ടില്ലേ ഈ പാറ കണ്ടില്ലേ, നല്ല രസമാണ് കേട്ടോ പാറയിൽ ഇങ്ങനെ നിൽക്കാൻ. പിന്നെ അതുമാത്രമല്ല, ഈ ഒരുപാട് ചപ്പുകൾ ഇങ്ങനെ വന്ന് നമ്മുടെ ഈ പാറയുടെ ചുറ്റും ഇങ്ങനെ വന്ന് നിൽപ്പുണ്ടേ. അപ്പോൾ ഇതിൻ്റെ അടിയിൽ ഒരുപാട് എന്താ പറയുക, മീനുകൾ വന്ന് നിൽക്കുവാനൊക്കെ നല്ല സാഹചര്യം ഉള്ളതാണ്. അതുപോലെ നല്ല ആക്ടിവിറ്റി നമുക്കിവിടെ കാണിക്കുന്നുമുണ്ട്. കാരണം എന്ന് വെച്ചാൽ ഈ ചപ്പിൻ്റെ അടിയിലേക്ക് വന്ന് നല്ല വെയിലുള്ള സമയം. ഞാൻ ശരിക്കും പറഞ്ഞിപ്പോൾ കാസ്റ്റ് ചെയ്ത് നട്ടുച്ചയ്ക്കാണ് കാസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത്രത്തോളം എന്താ പറയുക, ഇത്രയും വെയിലുണ്ടെങ്കിൽ പോലും, ഈ വെയിലിൻ്റെ ചൂടുണ്ടെങ്കിൽ പോലും ഈ മീനുകൾ ഈ ചപ്പിൻ്റെ അടിയിൽ വന്നിങ്ങനെ നിൽക്കും. അതുകൊണ്ട് നമുക്ക് കൂടുതൽ മീൻ കിട്ടാനുള്ള സാധ്യതകൾ കൂടുതലാണ്. കണ്ടില്ലേ ഈ പാറ കണ്ടോ, ചുറ്റും പാറയുണ്ട്. നമുക്ക് കാണിച്ചു തരാം. കണ്ടോ, ഇത് കണ്ടില്ലേ ഈ സൈഡിൽ ഇവിടെ നിറഞ്ഞ് നോക്കിയിട്ട് നമുക്ക് അങ്ങോട്ട് ഞാൻ ഈ പാറ കാണിച്ചു തരാം കേട്ടോ. കണ്ടോ. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കാസ്റ്റ് ചെയ്യുന്ന സമയത്ത് ചില എന്താ പറയുക, ഈ ചപ്പിൻ്റെ മുകളിൽ കൂടെയൊക്കെ നമ്മളിങ്ങനെ കാസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒരുപാട് എന്താ പറയുക, ഈ ഓരോ സാധനങ്ങൾ കയറി നമ്മുടെ ഹുക്കയിലൊക്കെ വന്ന് ഉടക്കിയിരിക്കും. അതൊരു വലിയൊരു ഒരു പ്രശ്നമാണ്. എന്നിരുന്നാൽ നമ്മൾ കണ്ടല്ലോ, കുഴപ്പമില്ലാത്ത രീതിയിലൊക്കെയാണ് നമ്മളിങ്ങനെ കാസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ അത്യാവശ്യം ഇതിൻ്റെ ലാൻഡ്സ്കേപ്പൊക്കെ കൂടുതലായിട്ട് അറിയുന്നവർക്ക് മാത്രമേ ഇവിടെ നിന്ന് ഇതേപോലെ കണ്ടല്ലേ, ഇത്രയും വലിയ പാറയാണ് കേട്ടോ. കണ്ടോ ഈ പാറപ്പുറത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയൊരു പാറയാണിത്. ഈ പാറയുടെ ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക്. കണ്ടില്ലേ, ഇവിടെ നിന്ന് ഇനി അങ്ങോട്ടൊന്ന് കാസ്റ്റ് ചെയ്ത് നോക്കാം. കണ്ടില്ലേ, ഇവിടെ നല്ല ആക്ടിവിറ്റി ഉള്ള സ്ഥലമാണ് കേട്ടോ, നല്ല മീനുകളൊക്കെ ഉള്ള സ്ഥലമാണ്. അടിച്ചു. അടിപൊളി ഒരു മീൻ അടിച്ചിട്ടുണ്ടേ. ആണ് പൊന്തന്മാർ കേട്ടോ. പ്രശ്നമാണ്. പിന്നെ ചെവള കയറ്റില്ലെങ്കിൽ വേണ്ട. അടിപൊളി ഒരു മീനാട്ടോ. കണ്ട,
അപ്പോൾ നമ്മളിതേപോലെ കെട്ടിയിടും. എൻ്റെ കൈ കീറിയണ്ട. നമ്മളിങ്ങനെ പിടിക്കുമ്പോൾ സൂക്ഷിച്ചില്ലെങ്കിൽ ഇതേപോലെ മുറിയും.